നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ജൂൺ 15 രാവിലെ 6:44 AM സൂര്യൻ മിഥുനം രാശിയിൽ വരികയാണ്. അപ്പോൾ 4 രാശിക്ക് നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ സൂര്യൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് നേട്ടമുണ്ടാകുന്ന 4 രാശിക്കാരെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സൂര്യൻ അനുകൂലമായിട്ട് വരുമ്പോൾ, അതായത് 3, 6, 10, 11 ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് സൂര്യൻ്റെ പരമാവധി അനുഗ്രഹം നമുക്ക് കിട്ടുക. അപ്പോൾ സൂര്യൻ്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും സൂര്യൻ നമുക്ക് ഈ മേഖലയിലുള്ള കാര്യങ്ങളാണ് സൂര്യൻ്റെ അനുഗ്രഹത്തിന് നമുക്ക് അതുവഴി നേട്ടം ഉണ്ടാകുന്നത്. അപ്പോൾ തൊഴിൽ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതുതായിട്ടൊരു തൊഴിൽ ലഭിക്കാം, തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് ഒരു തൊഴിൽ ലഭിക്കാം, അതുപോലെ തന്നെ ശമ്പള വർധനം ഉണ്ടാവാം, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ഉണ്ടാവാം, പിന്നെ തൊഴിൽപരമായിട്ട് ഈ ഉദ്യോഗ കയറ്റം ഉണ്ടാവാം, അതുപോലെ ബിസിനസ്സുകാർക്ക് കൂടുതൽ ലാഭം ഉണ്ടാവാം. അങ്ങനെ അത് മാത്രമല്ല, തൊഴിൽപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായിരുന്നത് പരിഹരിച്ച് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവാം. അതുപോലെ തന്നെ ബിസിനസ്സുകാരാണെങ്കിൽ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ സാധിച്ചെന്ന് വരാം. പിന്നെ കിട്ടാനുണ്ടായിരുന്ന ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളുമൊക്കെ കിട്ടാം. അതുപോലെ സർക്കാർ തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പേപ്പറുകളൊക്കെ ശരിയാവാനുണ്ടെങ്കിൽ അത് ശരിയാവാം. അങ്ങനെയൊക്കെയുള്ള തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ സൂര്യൻ്റെ അനുകൂലഭാവം പ്രദാനം ചെയ്യും. പിന്നെ പിതൃഗുണം എന്ന് പറയുമ്പോൾ പിതാവിന് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് ശമിച്ചെന്ന് വരാം, ചിലർക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെടാനും സാധ്യത. പിന്നെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകും എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൂർവിക സ്വത്ത് ലഭിക്കാം. അതുപോലെ തന്നെ പൂർവിക സ്വത്ത് നേരത്തെ ലഭിച്ചതിൽ നിന്ന് നമുക്ക് റിയൽ എസ്റ്റേറ്റ് വഴി നേട്ടമുണ്ടാവാം. അതുപോലെ തന്നെ കൃഷിയിൽ നിന്ന് ആദായമുണ്ടാവാം. അതുപോലെ തന്നെ പിതാവിൽ നിന്നും പിതൃതുല്യരായവരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരാം. ഇപ്പോൾ ഒരു ബാങ്ക് ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ മാനേജർ അച്ഛൻ്റെ സുഹൃത്തോ പരിചയക്കാരനോ ബന്ധുവോ ആവാൻ സാധ്യത, അങ്ങനെ പെട്ടെന്ന് ലോൺ സാങ്ഷൻ ആവാം. അങ്ങനെയൊക്കെയുള്ള പിതൃഗുണം. ഓക്കെ. അതുപോലെ സന്താന നേട്ടം എന്ന് പറയാൻ സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവാം. മുതിർന്ന സന്താനങ്ങൾ വഴി സാമ്പത്തികമായും അല്ലാതെയും നമുക്ക് നേട്ടങ്ങൾ, സഹായങ്ങൾ, അവരുടെ കടമയാണത്, എന്നാൽ തന്നെയും അത് ലഭിക്കാനുള്ള ഒരു യോഗം ഈ സൂര്യൻ്റെ അനുകൂല ഭാവം കൊണ്ട് സാധിക്കും. പിന്നെ ഇളയ കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ സന്താനങ്ങൾ വഴി നേട്ടം അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സൂര്യൻ അനുകൂലമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ 4 രാശിക്കാരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. പിന്നെ മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. പിന്നെ കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. പിന്നെ ചിങ്ങം രാശി, മകം, പൂര, ഉത്രം ആദ്യ പാദം. ഈ 4 രാശിക്കാർക്കും മിഥുന മാസം മുഴുവൻ ഈ പറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാവും. ഓക്കെ. ഇവർക്ക് മാത്രമല്ല മറ്റ് രാശിക്കാർക്കും നേട്ടങ്ങളുള്ള കാലം തന്നെയാണ്. പക്ഷേ സൂര്യൻ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നത് ഈ 4 രാശിക്കാർക്കാണെന്ന് മാത്രം. നിരവധി രാശിക്കാർ പെട്ടെന്ന് പറയുകയാണെങ്കിൽ മീനം, മിഥുനം, അതുപോലെ തന്നെ ധനുരാശി, അതുപോലെ തന്നെ തുലാം രാശി, ഇവർക്കൊക്കെ തന്നെ ഡയറക്റ്റായിട്ട് സൂര്യ അനുകൂലം അല്ലെങ്കിൽ മറ്റു തരത്തിൽ
മറ്റ് ഗ്രഹങ്ങളുടെ ആനുകൂല്യം കൊണ്ട് ഇവർക്കും നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന മാസമായിരിക്കും മിഥുന മാസം. എങ്കിലും ഡയറക്റ്റായിട്ട് സൂര്യൻ അനുകൂലമാകുന്നത് മേടം, മകരം, കന്നി, ചിങ്ങം എന്നീ രാശികൾക്കാണ്. എല്ലാവർക്കും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.